വീണ്ടും അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി സ്വകാര്യ ബസ് ഉടമകൾ. വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് തീരുമാനം. ഗതാഗത സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ സമവായമായില്ല. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടണമെന്നതാണ് സമരം ആഹ്വാനം ചെയ്ത സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഇതേ തുടർന്നാണ് സ്വകാര്യ ബസ് ഉടമകളെയും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും ഗതാഗത വകുപ്പ് ചർച്ചയ്ക്ക് വിളിച്ചത്. ഗതാഗത സെക്രട്ടറി PV നൂഹിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി തുടരുന്ന കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. മിനിമം നിരക്ക് 5 രൂപയാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് വിദ്യാർത്ഥി സംഘടനകളും ചർച്ചയിൽ പറഞ്ഞു. SFIക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് അനൗദ്യോഗികമായി പല രൂപത്തിലാണ് ബസ് ഓണേഴ്സ് പല രൂപത്തിലുള്ള പല എമൗണ്ടുകളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ തുകയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് പറയുന്ന സമയത്ത് ABVP അതിന് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറല്ല. ഇങ്ങനെ പൈസ ക്രമാതീതമായി കൂട്ടാൻ വേണ്ടിയിട്ട് ABVP തയ്യാറല്ല എന്നുള്ള അഭിപ്രായം ABVP മുന്നോട്ട് വെച്ചു. ഞങ്ങൾ പറയുന്നത് നിലവിലുള്ള ഏതെങ്കിലും തരത്തിൽ നിലവിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് സ്വീകരിച്ചാൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൻ്റെ തെരുവീതികളിൽ ഉയർത്തിക്കൊണ്ട് KSU MS ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രതിപക്ഷ സംഘടനകൾ കടന്നു വരുമെന്ന മുന്നറിയിപ്പ് തുടക്കത്തിലെ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും വ്യവസായം ഓരോ ദിവസവും നഷ്ടത്തിലേക്ക് പോകുകയാണെന്നും ബസ് ഉടമകൾ പറഞ്ഞു. ചർച്ച പരാജയപ്പെട്ടതോടെ അടുത്ത മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. ഒരു വർധനവും തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾ നോട്ടീസ് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ അനിശ്ചിതകാല സമരത്തേക്ക് അടുത്ത മാസം ഞങ്ങൾ തീയതി നാളെയോ മറ്റന്നാളോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് യോജിച്ച് തന്ന് തീരുമാനം നിശ്ചയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമര പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അടുത്ത ദിവസം തന്നെ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെ പോകും എന്നാണ് ഈ സാഹചര്യത്തിൽ അറിയിക്കാനുള്ളത്. സമരത്തിന്റെ തീയതി 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.